ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ബ്രോക്കോളി എങ്ങനെയാണ് ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ ചട്ടികളിൽ വളർത്തി വെച്ചിരിക്കുന്ന ചെടികളെല്ലാം നമുക്ക് കാണാം. പലതരത്തിൽ ചെടിച്ചട്ടികളിൽ വളർന്നു നിൽക്കുന്ന കാണാം. തൈകൾ, അതുപോലെ തന്നെ അതിൽ നിന്നും വളർന്ന തൈകൾ, പിന്നെ അതിൻ്റെ തണ്ട്, അതിൻ്റെ ഇലകൾ വ്യത്യസ്തമായ രീതിയിൽ പല ചട്ടികളിൽ നിൽക്കുന്നത് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ശീതകാല പച്ചക്കറിയാണ് ബ്രോക്കോളി. ഒക്ടോബർ തുടങ്ങി ഫെബ്രുവരി വരെയാണ് ഈ ബ്രോക്കോളി നടാൻ പറ്റിയ കാലാവസ്ഥ. നമ്മൾ ചെടിച്ചട്ടികളിലാണ് നടുന്നതെങ്കിൽ ചെടി അതായത് ഒരു വിത്ത് ഏത് ചട്ടിയാണേലും വലുതാണേലും ചെറുതാണേലും നമ്മൾ ഒരു ചട്ടിയിൽ ഒരെണ്ണം വെക്കുന്നതാണ് നല്ലത്. ഇത് തൈ ആയിരിക്കുമ്പോൾ തന്നെ 3ഉം 4ഉം ഇലകളായിട്ടാണിത് വളർന്നു വരുന്നത്. കുറച്ചിഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്ക് നല്ല ഇലകൾ വരും. അപ്പോൾ ആ ചട്ടി നിറയെ ഇങ്ങനെ നല്ലപോലെ ഇലകൾ നിൽക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഇലകൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇലയ്ക്കൊരു പ്രത്യേക കളറാണ്. അതുപോലെ തന്നെ ആ ഇലയ്ക്കൊരു പ്രത്യേക ആകൃതിയും. വലിയ ഇലകൾ തന്നെയാണ്. അതായത് ചട്ടി നിറഞ്ഞാണ് ഈ ഇലകൾ നിൽക്കുന്നത്. ഇത് വളർന്നു വരുന്തോറും ഇതിൻ്റെ തണ്ട്, അതായത് ഈ നമ്മൾ നട്ട ചെടിയുടെ കീഴ്ഭാഗം, അതായത് മണ്ണിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ച് മേലെ കയറി ഈ തണ്ട് കട്ടിയാവും. നമുക്ക് ആ കട്ടിയായ ഭാഗം കാണാം. ഈ കട്ടിയായ ഭാഗത്തു നിന്ന് ഇത് അല്പം പൊക്കം വയ്ക്കും. ഒരു മീറ്റർ 1.5 മീറ്ററോളം ഇത് പൊക്കം വയ്ക്കും. പൊക്കം വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ശിഖരങ്ങളായിട്ട് വരും. പല ചെടിച്ചട്ടിയിലും ഞാൻ നട്ടത് പലതായിട്ടാണിത്. ചിലതിന് ശിഖരം 5-6 ശിഖരം ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ശിഖരങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ചിലത് ഒരു ശിഖരവും വെച്ചില്ല. മധ്യഭാഗത്തായിട്ട് പൂ വന്ന് അത് വിരിഞ്ഞിഞ്ഞ് വന്നു. ചിലതിൽ ഇത് അതായത് വിത്തുണ്ടാകാൻ വേണ്ടിയുള്ള പൂവ് വിരിയുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ ചെടികളെല്ലാം നിൽക്കുന്നത്. കണ്ടോ, ഇത് അല്പം ഉയരത്തിലാണ് ഇതിൻ്റെ അതിൻ്റെ പൂവിൻ്റെ തണ്ട് വളർന്നു നിൽക്കുന്നത്. ഇത് കുറച്ച് വിരിഞ്ഞിട്ട് ഇതിലെല്ലാം പൂ വരും. ഇതിൻ്റെ പൂവിൻ്റെ നിറം മഞ്ഞയാണ്. ഈ മഞ്ഞ പൂവിൻ്റെ തണ്ടിൽ നിന്ന് വിത്തുണ്ടാകും. അങ്ങനെ അതിനുള്ളതാണ് ഈ മൊട്ടുകളെല്ലാം. ബ്രോക്കോളി മധ്യഭാഗത്ത്, അതായത് ചെടിയുടെ മധ്യഭാഗത്ത് വിരിഞ്ഞ് പൂവായിട്ടാണ് വിടർന്നു വരുന്നത്. നമ്മളിപ്പോൾ ഒരു അതായത് ബ്രോക്കോളി വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല തണ്ടുകളായിട്ട് നിന്ന് ഈ മൊട്ടുകൾ കൂടിച്ചേർന്നാണ് ഒരു ബ്രോക്കോളി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 4 മാസം ആകുമ്പോഴത്തേക്കും തന്നെ ഈ ചെടി പൂവിടാൻ തുടങ്ങും. പൂവിട്ട് കഴിഞ്ഞാൽ 2-3 ആഴ്ചയ്ക്കകം ഇത് വിരിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കറിക്ക് പാകമായി കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഈ പൂമൊട്ട് കുക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പോൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് കഴിക്കാം, സാലഡായിട്ട് കഴിക്കാം, പിന്നെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അതുപോലെ പലതരത്തിൽ ഇത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. വെയിറ്റ് ലോസിന് വളരെ നല്ലതാണിത്. നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്ക് ക്ഷീണം തട്ടാതിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. കാരണം ഇതിൽ വളരെയേറെ ഗുണങ്ങളുള്ള ഈ ബ്രോക്കോളി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ, അതായത് പലതരത്തിൽ നമുക്ക് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ചെടിച്ചട്ടിയിൽ വെച്ച് തന്നെ ഈ ബ്രോക്കോളി വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടയ്ക്ക് ഇതിൻ്റെ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വളമാണ്. വളം നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ജൈവവളം, കടലപ്പിണ്ണാക്ക്, അതുപോലെ കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ വളം ഇട്ട് കൊടുത്ത്, നമ്മൾ വെള്ളമാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഒഴിച്ചാൽ അത്രയും നല്ലതാണ്. നമ്മൾ ചെടിച്ചട്ടിയിലാകുമ്പോഴത്തേക്കും രാവിലെയും വൈകുന്നേരവും നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഇത് വളർന്നു നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഒരു സിൽവർ ചേർന്ന ഒരു കളറാണ് ഈ ഇലയ്ക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ആകൃതി കാണാം. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പച്ചക്കറി തന്നെയാണ് നമുക്ക് ഈ ബ്രോക്കോളി, പച്ച നിറമുള്ള ഈ ബ്രോക്കോളി. ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ 3 വിത്ത് പാകി. അപ്പോൾ ആ 3 വിത്ത് നട്ടപ്പോഴത്തേക്ക് 3 എണ്ണവും വന്നു. ഞാനതിൽ 2 എണ്ണം പറിച്ച് മാറ്റി വേറെ ചട്ടികളിൽ നട്ടു. ഒരു ചട്ടിയിൽ ഒരു വിത്ത് നട്ടാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പറിച്ച് മാറ്റി നടണം. നമ്മൾ ആ ഒരു ചട്ടിയിൽ നടുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇനി വളർന്നു വന്ന് നല്ല ശക്തിയുള്ള ഒരു നല്ല തൈയായിട്ട് വളർന്നു വരും. അപ്പം പിന്നെ നമ്മൾ അതിനെ വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വേറെ ചട്ടി പറിച്ച് മാറ്റി നടുമ്പോൾ പിന്നെ അതിൻ്റെ ചൂട് പിടിച്ചൊക്കെ വരണം. അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഒരു ചട്ടിയിൽ ഒരെണ്ണം വയ്ക്കുന്നത് മതി.
ഈ ചെടി കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ കൗതുകം തോന്നും. കാരണം ഈ ചെടിയുടെ ഇലകളും അതുപോലെ തന്നെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇതിലെങ്ങനെയാണ് ഇത്രയും വലിയ പൂമൊട്ട് വിരിയുന്നതെന്ന്. ഒരു 2 മാസം ആകുമ്പോഴത്തേക്കും ഈ ചെടിയുടെ തണ്ട് വണ്ണം വയ്ക്കാൻ തുടങ്ങും. വണ്ണം വെച്ച് വന്നിട്ട് പിന്നെ അതിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറിയ ഇലകൾ, ചെറിയ ശിഖരങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടാണ് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് പൂ വിരിയാനായിട്ട് തുടങ്ങുന്നത്. നമുക്ക് ഈ വെജിറ്റബിൾ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഈ വെജിറ്റബിൾ നമുക്ക് നമ്മുടെ കറിയിൽ ഉൾപ്പെടുത്താം. എല്ലാവർക്കും കഴിക്കാവുന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി. ഈ ബ്രോക്കോളിയിൽ വിറ്റമിൻ സി, വിറ്റമിൻ B9, വിറ്റമിൻ എ, ഫോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, മിനറൽസ്, കാൽസ്യം, ഫൈബർ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി.